നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ചെടിയുടെ ഉള്ളിൽ നമ്മുടെ മതിലിൻ്റെ അടുത്ത് നമ്മൾ 2-3 വള്ളിച്ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വള്ളിച്ചെടി വലുതായി അതിന് പടർന്ന് കയറണം, അതിനൊരു വഴി ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള രാജശേഖരൻ എന്ന് പേരുള്ള ഒരാൾ, നമ്മൾ തൊട്ടപ്പുറത്തെ വീടാണ്, രാജേട്ടൻ്റെ പേര് തന്നെയാണ്. രാജേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ആ ചെടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം, ആ വർക്കൊന്ന് കാണാം. ഗംഭീര വർക്ക് തന്നെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ചെടി. ഈ മതിലിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ചെടിയാണിത്. ഇത്രയായി ഇത് പടരുന്ന ചെടിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ അപ്പുറത്ത് നോക്കാട്ടോ നമുക്ക്. ഇതാ ഇവിടെ ഒരെണ്ണുണ്ട്. ഇതും ഇങ്ങനെ തന്നെയാണ്, ഒന്നുകൂടി വലുതായിട്ടുണ്ട്. ഇതാ വള്ളി പോലെ കണ്ടോ, പടരാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ കയറാനായിട്ടൊരു ഗ്രില്ല് പണിയാനാണ് കേട്ടോ രാജേട്ടൻ വന്നിട്ടുള്ളത്. ആള് ഈ വിഷയം പഠിച്ചത് ഏറ്റുമാനൂർ ITIയിൽ നിന്നാണെന്നാണ് പറയണത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള ആളാണ്. നല്ല ഒരു വർക്കറാണ്, സ്വന്തമായിട്ട് ചെയ്യാണ് ഇപ്പോൾ ഇത്. കോൺക്രീറ്റ്, ഇത് കോൺക്രീറ്റ് അല്ല കേട്ടോ, അത് മറ്റേ സാധാരണ അതെവിടെയുണ്ട്. ആദ്യം തന്നെ ഗ്രില്ല് മുകളിൽ കൊണ്ടുവച്ചു. ഇതെല്ലാം ഈ മതിലിൽ ഉറപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ ആള്. ആദ്യം തുളയുണ്ടാക്കി, അത് ഇതുകൊണ്ട് വെൽഡ് ചെയ്യും. ഓക്കെ, ശരി. പെയിന്റ് അടിക്കണം. ഒരു കാരണവശാലും പിന്നെ അങ്ങോട്ട് മറിഞ്ഞു പോവില്ല. അപ്പുറത്ത് അടിക്കണ്ട അല്ലേ? ഇപ്പുറത്ത് മാത്രം അടിച്ചാൽ മതി. ഇതിൽ മാത്രം അടിച്ചാൽ അപ്പുറത്ത് വേണ്ട. പിന്നെ ആ ജോയിന്റിലൊക്കെ ഓരോ സ്പോട്ട് അടിച്ചു. പിന്നെ അതിന് മോള് ഓപ്പണാണ്, അത് അടയ്ക്കാനായിട്ട് സാധനം കൊണ്ടുവന്നുണ്ട് മോളിലേ. ഇതിന്റെ മുകളിൽ ഓപ്പനാ. അത് ശരി. അതിന്റെ മുകളിൽ അടയ്ക്കാനായിട്ട് സാധനം പഠിച്ചിട്ടുണ്ട്. അത് ശരി. അല്ലെ വെള്ളം നിൽക്കും അതിൻ്റെ ഉള്ളിൽ. വെള്ളം ഇറങ്ങി സംഗീത അടി കുറെ ചെറിയ ഓട്ടം ഉണ്ട്, അതിനൊക്കെ പൊക്കോളും. പക്ഷെ എന്നാലും തുരുമ്പാവും. അതിവിടെയാണ് കമ്പി ഇരിക്കണം കേട്ടോ. ഗ്രില്ലിൻ്റെ എല്ലാ കാലിൻ്റെ അടുത്തും ഇതുപോലെ തുളയുണ്ടാക്കി അതിനുള്ളിൽ ആണി വെച്ച് ഒരുമിച്ച് വെൽഡ് ചെയ്യാണ്, ഉറപ്പുണ്ടാവാനായിട്ട്. ആള് നല്ല എക്സ്പെർട്ട് പണിക്കാരനാണ് കേട്ടോ, നല്ല വർക്ക് ചെയ്യുന്ന ആളാണ്. അത് വെച്ചിട്ടുണ്ട്, അത് കയറ്റാനാണ്. കണ്ടില്ലേ ഒരെണ്ണം അവിടെ. ഇങ്ങനത്തെ കമ്പിയാണോ ആ ബെഞ്ചിൽ വെച്ചേക്കണേ? ഇതിനേക്കാളും കട്ടിയുണ്ടാവും അല്ലേ? ബെഞ്ചുമ്മലത്തെ കമ്പി, ഈ കമ്പി തന്നെയാ ബെഞ്ചുമ്മലത്തെ കമ്പി ഇത് തന്നെയാ അല്ലേ? ഉറപ്പുണ്ടാവൂലേ? ഇത് പിന്നെ നമ്മൾ അടിച്ചിട്ടുള്ള പെയിന്റ് സൂപ്പർ പെയിന്റാ, ഒരു കാരണത്തിലും തുരുമ്പ് വരില്ല. 2-3 കൊല്ലം കഴിയുമ്പോ അടിക്കണ്ടേ മാറ്റി? വേണ്ട അല്ലേ? 3 കൊല്ലൊന്നും ഒരു പ്രശ്നമില്ല.
എൻ്റെ ചെടിയെ നിനക്ക് കയറാനുള്ള വള്ളി കയറാനുള്ള സ്ഥലമൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ. നീ പേടിക്കണ്ട, നിനക്ക് മുകളിലേക്ക് കയറാട്ടോ. നല്ല ചൂടാട്ടോ വെയിലിന്. കാലൊക്കെ പൊള്ളണുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. മുകളിൽ നിന്ന് ആകാശത്തു നിന്നുള്ള വെയിൽ ചില്ലറയല്ല. അതെ അതെ. ശ്രദ്ധിക്കണം നന്നായിട്ട്, അത്രേ ഉള്ളൂ. ഇത് കാലത്ത് നേരത്തെ ചെയ്യാം, പിന്നെ വൈകുന്നേരം ചെയ്യാം. വൈകുന്നേരം സന്ധ്യ 4-6 മണിക്ക് മുമ്പായിട്ട്. ഉറപ്പായില്ലേ? കൈമലിക്കാൻ പൊള്ളില്ലേ? ശീലായില്ലേ? ഓടും. അതവിടെ നിന്ന് കൂട്ടി പിടിപ്പിച്ചില്ലേ കറണ്ട് കണ്ട് വരില്ല. കാലത്ത് വന്നപ്പോ ചെയ്യായിരുന്നു അല്ലേ? നല്ലതായിരുന്നു. ഈ വെയിലുണ്ടാകും. എവിടെ പഠിച്ച? ഞാൻ പഠിച്ചത്. ഏത്? ഏറ്റുമാനൂർ ITI. ഓക്കെ. ഏറ്റുമാനൂർ ITI പഠിക്കാൻ കാരണം ചേട്ടൻ അവിടെ കോട്ടയത്തായിരുന്നു. ചേട്ടനായിട്ടാണ് അവിടെ കൊണ്ടുപോയി താമസിച്ച് ITI പഠിച്ചത്. ITI പഠിച്ച ഇന്റർനാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇന്ത്യ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റാണ്. ശരിക്കും ഞങ്ങൾക്ക് ജോലി കിട്ടിയില്ലത്. എന്നാലും ഗൾഫിലൊക്കെ പോയിട്ടില്ലേ? ഇല്ല. ഗൾഫിൽ പോയാ ഞാൻ ആരാ? ഗൾഫിൽ പോയി മോളിലേക്ക് വെറുതെ പോയി. അവർ കുവൈറ്റിലുള്ളപ്പോഴേ വെറുതെ കാണാനായിട്ട്. ഇപ്പൊ മോള് ന്യൂസിലാൻഡില്ല. കുവൈറ്റിന്ന് അവര് സെറ്റിൽ ചെയ്ത് പോകും. ഇപ്പൊ ന്യൂസിലാൻഡിൽ പോയി. ന്യൂസിലാൻഡിൽ പോയി മോള് ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് മരുമോനും ജോലിക്ക് കയറി. 3 ഉണ്ണികളും അവിടെ പഠിക്കുന്നുണ്ട്. കുവൈറ്റില് പഠിപ്പിന് ഭയങ്കര ചെലവാണ്. ന്യൂസിലാൻഡിൽ 5 പൈസ കൊടുക്കണ്ട, അവര് പഠിപ്പിക്കും. കംപ്ലീറ്റ് ചെലവ് ഗവൺമെന്റാണ് ചെലവ്. 3 പെൺപിള്ളേരല്ലേ, മെഡിക്കലാട്ടാ. അവര് ഒരു 150 ഷീൽഡിരിക്കുന്നുണ്ട് വീട്ടില്. അവരവിടെ കുവൈറ്റില് അവരുടെ അസോസിയേഷന് കയറ്റും. സമ്മാനം കിട്ടിയതല്ലേ? ഒരു 100 ഷീൽഡ്. കുറച്ച് സമയം നിങ്ങൾക്ക് പോവാം അങ്ങോട്ട് ന്യൂസിലാൻഡിലേക്ക്. പോയാൽ പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. അതെന്താ? അവിടെ സെറ്റിലാവും. അതെയാ? അങ്ങനെയാണ് അവരുടെ പരിപാടി എന്നാണ് കേട്ടത്. 1-2 സ്ഥലങ്ങളുണ്ട്. നല്ലതാ. പിന്നെ ചെടിയെല്ലാം കയറി കഴിയുമ്പോൾ പിന്നെ സ്ട്രോങ്ങായി. അവിടെ ഒരെണ്ണം അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കും. ആ കമ്പി ഉരുകി അതിൻ്റെ ഉള്ളിരിക്കും അല്ലേ? ആ കമ്പി ഉരുകി അതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇതിൽ കമ്പി സാധാരണ കമ്പിയാണ്. ഈ പ്ലച്ചിനാണ് വില. അത് ശരി. ഒരു പ്രത്യേക കെമിക്കലായിട്ടുള്ള ഇത് ചേർന്നിട്ടുള്ള ഒരു സാധനം. ശരി. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പൊട്ടി പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പിടിച്ചിരിക്കും. പിടിച്ചാൽ കിട്ടില്ല. ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് കൂട്ടിപ്പിടുത്തായി ചെയ്യുന്നു.
ചൂട് ഭയങ്കര ചൂടാ. പിന്നെ ഇതുപോലെ മഴ പെയ്തിട്ടും എന്തൊരു കാലാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. സൂര്യൻ എന്താവണാവോ എന്താണാവോ. ശരിക്ക് കാലാകെ മാറി. എവിടേക്കാ പോക്കാവോ. ഭൂമിയിൽ ഈ ജനവാസം ഇല്ലാണ്ടാവും. ഇപ്പൊ ചില സ്ഥലങ്ങളൊക്കെ നടക്കുന്ന സംഭവങ്ങൾ കേട്ടില്ലേ, യുദ്ധമായിട്ടും അതെ വെള്ളപ്പൊക്കമായിട്ടും. പിണറായി വിജയൻ പോയ കാലത്തൊക്കെ വെള്ളപ്പൊക്ക. ആള് ചൂടിനെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് പോയതല്ലേ. എന്തൊരു കൊളറായ്മ കിടക്കുന്നല്ലേ. ഗുരുവായൂരപ്പാ. അത് കഴിഞ്ഞു അല്ലേ. ഇനി ക്യാപ്പ് ഇടണമെന്നല്ലേ. ഇവിടെ ഉണ്ട് ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയിന്റ് അടിക്കാൻ. പാമ്പ് വന്നിട്ട് അറിയാൻ പറ്റും. അറിയില്ല, വരില്ലാന്ന് വിചാരിക്കുക. അത് വെട്ടൂനി വരണം. ആൾക്കാരെ കൊണ്ട് വെട്ടി വെട്ടേണ്ട സമയമായിണ്ട്. ഏതാണ്ട് വലുതായി. പട്ടികൾ വന്ന പിന്നെ സമാധാനം. അതെ അല്ലേ. പിന്നെ അവർക്ക് കേറി വരാൻ ഒരു സ്ഥലമില്ലേ ഇപ്പൊ. കംപ്ലീറ്റ് നമ്മൾ അടച്ച്. ഈ അനക്കം കുഴപ്പമില്ല. മറിഞ്ഞു വീഴാനുള്ള പ്രശ്നങ്ങൾ. 12 മണി മുതൽ 3 മണി വരെ പാടില്ല. ചെയ്യാൻ പാടില്ല. കാരണം ആൾക്കാരിങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കാന്നൊക്കെയല്ലേ പറയണേ. 4-5 മണിക്ക് വരെ സൂര്യന് എന്തൊരു പവറാണ്. ഇത് ബുഷ് അല്ലേ. ബുഷ് തുരുമ്പ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമുക്ക് മുകളിൽ അടയ്ക്കാം. ഇത് മുകളിൽ അടയ്ക്കാനുള്ളത് അല്ലേ. അതിനുള്ളിലേക്ക് ഇറങ്ങിയിരുന്നു അല്ലേ. ഓക്കെ. ഞാൻ അറ്റത്തല്ലേ ഉള്ളൂ. ഇടലടയുണ്ടാ. അത് ശരി. യെസ്, ഇറങ്ങി. മുറ്റത്ത് നിൽക്കാൻ പറ്റില്ല എനിക്ക് ചുട്ടിട്ട്. ഞങ്ങൾക്ക് പിന്നെ വെയിൽ കൊണ്ട് നല്ല ശീലമായിരുന്നു.
അല്ല ഈ കരിങ്കല്ല് ചൊട്ടിട്ടേ എൻ്റെ കാലം ചെരുപ്പിട്ടിട്ടില്ല ഞാനേ പൊള്ളുണ്ട്. അപ്പുറത്ത് നിന്ന് ചെയ്യുകയാണെങ്കിൽ കാണാം. കഴിഞ്ഞിപ്പോൾ ഒരെണ്ണം ഉള്ളൂ അല്ലാണ്ടോ. അടക്കില്ല അല്ലേ. മറ്റേ ഇത്തിരി ചെറുതാ അല്ലേ. അത് പൈപ്പിന്റെ പുറത്തേക്ക് വരുന്നതാ. അത് ശരി. വ്യത്യാസമുണ്ട്. ഇപ്പോൾ എല്ലാ കാലിൻ്റെ മുകളിലും ക്യാപ്പ് ഇട്ടു വെള്ളം ഇറങ്ങാതിരിക്കാനായിട്ട്. പിന്നെ വെൽഡിങ് ഫുള്ളും കഴിഞ്ഞു. നല്ല ഉറപ്പായിട്ടോ, ചെടികൾക്ക് ധൈര്യമായിട്ട് കയറാം. പണി അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ആൾ പോവാണ്. അപ്പോൾ താങ്ക് യു. നീ എല്ലാ സാധനം മടക്കി വെക്കാൻ പോവാട്ടോ. അരളി പറഞ്ഞ അരളി നേഴ്സ് കുട്ടി മരിച്ചത്. അതെ, പ്രസാദം കിട്ടിയെന്ന് ഈ സാധനം ഉണ്ടായിരുന്നു. അത് വന്നിട്ട് വിളിച്ചു. അപ്പൊ ഉച്ച തിരിഞ്ഞിട്ട് പെയിന്റ് അടിക്കാം അല്ലേ. ഓക്കെ, ശരി. ഇനി നമുക്ക് കുറച്ച് കമന്റുകൾ നോക്കാട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഇന്നലെ മൂത്ത മുരിങ്ങക്കായയുടെ കാമ്പൊക്കെ എടുത്തിട്ട് തോരൻ വെച്ചു. അപ്പം അതിൻ്റെ കുറച്ച് കമൻറ്റുകളാണ് ഞാൻ വായിക്കണത് കേട്ടോ. ആദ്യമായിട്ട് സുധാസി, തോരൻ നന്നായിട്ടുണ്ട് ടീച്ചർ. താങ്ക് യു സുധ. ശരിയാ, നല്ലതാട്ടോ. നമ്മളിങ്ങനെ കുറേ കിട്ടുമ്പോഴേ മൂത്തൂന്ന് വെച്ച് കളയൊന്നും വേണ്ട. അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ കാമ്പെടുത്ത് നിങ്ങൾ വെച്ച് നോക്കൂ കേട്ടോ. നല്ലത് തന്നെയാണ്. അപ്പം നമുക്ക് കുറച്ച് ഔഷധ ഗുണമുള്ളതാണല്ലോ. പ്രഷറിനൊക്കെ നല്ലതാണ് ഇത് കഴിക്കണത്. അപ്പം ചെയ്യൂ കേട്ടോ. സുധയ്ക്ക് നന്ദി. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ടീച്ചർ ഓരോ ദിവസവും കൂടുതൽ സുന്ദരിയാകുന്നുണ്ട്. സാരികളൊക്കെ സൂപ്പർ. അപ്പോൾ പ്രസന്ന താങ്ക് യു. സുന്ദരിയാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ. നമ്മുടെ കാക്കയോട് പോലും പറഞ്ഞില്ലേ, കാക്കേ സുന്ദരി കാക്കേ പാട്ട് പാടൂ എന്ന് പറഞ്ഞപ്പോൾ കാക്കയ്ക്ക് എന്ത് സന്തോഷമായി അല്ലേ. അപ്പോൾ നമ്മൾ നല്ലതാണ് എന്നൊക്കെ ഒരാളോട് ഇങ്ങനെ പറയുമ്പോൾ എന്ത് സന്തോഷം ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുപോലെ പോസിറ്റീവായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാം കേട്ടോ. സത്യസന്ധമായിട്ട് പറയണം. ആരെയും ദോഷങ്ങൾ കണ്ടെത്താതെ ഗുണങ്ങൾ മാത്രം കണ്ടെത്തി സംസാരിക്കുന്ന
ആൾക്കാരാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാം. 2 തരം ആൾക്കാരുണ്ട്. ഗുണൈക ദൃക്കുകൾ, ദോഷൈക ദൃക്കുകൾ എന്ന് പറയും. ഗുണൈക ദൃക്കുകൾ എന്ന് വെച്ചാൽ ഗുണം മാത്രം ദർശിക്കുന്നവരെ ഗുണൈക ദൃക്കുകൾ. ചില ആൾക്കാരാണെങ്കിൽ ദോഷൈക ദൃക്കുകളാണ്, ദോഷം മാത്രം ദർശിക്കുന്നവെന്നർത്ഥം. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, അവർ എന്ത് കണ്ടാലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സാരില്ല എന്ന് വെച്ചിട്ട് ഗുണങ്ങൾ ഇങ്ങനെ പറയും. ചില ആൾക്കാർ ദോഷം മാത്രമേ പറയുള്ളൂ, അതായത് ഗുണം പറയേയില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കാൻ. ആർക്കും അവരെ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. കേട്ടിട്ടില്ലേ, ഒരു സദ്യക്ക് ഒരാൾ പോയപ്പോൾ ദോഷം മാത്രം കാണുന്ന ആളാണ്. ഊണ് കഴിക്കാനിരുന്നപ്പോൾ സദ്യയാണെങ്കിൽ ഗംഭീര സദ്യ, എല്ലാം സൂപ്പറാണ്, ഒന്നിനെയും കുറ്റം പറയാൻ പറ്റില്ല, എല്ലാം മികച്ച സാധനങ്ങൾ. അപ്പോൾ ഇലത്തലയ്ക്ക് ഒരു പഴം വിളമ്പിയിട്ടുണ്ട്. പഴമാണെങ്കിൽ നല്ല വലുപ്പവും നല്ലോണം പഴുത്തും നല്ല പഴമാണ്. അപ്പോൾ ഇയാൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇയാൾ ഗുണങ്ങൾ അങ്ങനെ പറയില്ല കേട്ടോ, നന്നായിട്ടുണ്ടെന്ന് പറയുകയില്ല. അയാൾ പറഞ്ഞെന്താണെന്നറിയോ, സദ്യ ഒക്കെ കേമായിട്ടുണ്ട്, പക്ഷേ ഈ പഴം അത് തിന്നണമെങ്കിൽ ചെരിച്ച് കടിക്കണം എന്നുവെച്ചാൽ നേരെ ഇങ്ങനെ കടിക്കാൻ പറ്റില്ല, ചെരിച്ച് കടിക്കണം എന്ന് വെച്ചാൽ അത്രയധികം വണ്ണാണ് എന്നതിൻ്റെ അർത്ഥം. ആ വണ്ണാണ് നല്ലതാണെന്ന് പറയണില്ല, അത് ചെരിച്ച് കടിച്ചാലേ തിന്നാൻ പറ്റുള്ളൂ എന്ന ദോഷമാണ് അയാൾ കണ്ടുപിടിച്ചത്. അങ്ങനെ 2 തരം ആൾക്കാരുണ്ട്, ദോഷൈക ദൃക്കുകളെന്നും ഗുണൈക ദൃക്കുകളെന്നും. പരഗുണ പരമാണൂൻ പർവ്വതീകൃത്യ നിത്യം നിജഹൃദി വികസന്ത സന്ധി സന്ത കിയന്ത എന്ന് സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്. പരഗുണ പരമാണൂൻ, പരമാണു എന്ന് വെച്ചാൽ നമുക്കറിയാം അണു എന്ന് വെച്ചാൽ ചെറുതാണ്, പരമാണു എന്ന് വെച്ചാൽ ഏറ്റവും അണുക്കളിലും വെച്ച് അണു, ഏറ്റവും കുഞ്ഞെന്നർത്ഥം. പരഗുണ പരമാണുൻ, പരമാണുവിൻ്റെ വലിപ്പത്തിലുള്ള പരന്മാരുടെ മറ്റുള്ളവരുടെ ഗുണങ്ങളെ പോലും പർവ്വതീകൃത്യ പർവ്വതം പോലെ വലുതാക്കിയിട്ട് സ്വന്തം ഹൃദി നിജഹൃദി സ്വന്തം ഹൃദയത്തിൽ വികസിപ്പിക്കുന്ന വികസിപ്പിക്കുന്ന സന്തഹ സജ്ജനങ്ങൾ, കിയന്തഹ ചില സജ്ജനങ്ങൾ സന്ധി ഉണ്ട് എന്നാണ് പറയണത്. എന്താ പറഞ്ഞത്? പരഗുണ പരമാണൂൻ പർവ്വതീകൃത്യ നിത്യം നിജഹൃദി വികസന്ത സന്ധി സന്ത കിയന്തഹ. മറ്റുള്ളവരുടെ പരമാണു പോലുള്ള കുഞ്ഞു ഗുണങ്ങളെ പോലും വളരെ വലുതാക്കിയിട്ട് മനസ്സിൽ വികസിപ്പിക്കുന്ന ചില സജ്ജനങ്ങൾ ഉണ്ട്. ഗുണങ്ങൾ ആരും ഒന്നും പറയില്ല, ദോഷങ്ങൾ മാത്രം, കുഞ്ഞു ദോഷത്തെ പോലും പർവ്വതീകരിച്ച് പറയുന്ന ആൾക്കാരെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. ഇല്ലേ? നമ്മൾ ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇല്ലേ ജയശ്രീയ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? 100%. ജയശ്രീ നിങ്ങൾ വന്നാൽ നല്ലതല്ലേ? ഇവിടെ നിന്നിരിക്കൂ. ഈ പറഞ്ഞ പ്രസന്നയൊക്കെ നല്ല ഒരു സജ്ജനങ്ങളിൽ പെടുന്ന ഒരാളാണ് കേട്ടോ. നമ്മൾ മറ്റുള്ളവരുടെ ദോഷങ്ങളെ കണ്ടില്ലാന്ന് വയ്ക്കുക, ഗുണങ്ങളെ പറയുക. അതാണ് നല്ല ആൾക്കാരുടെ ലക്ഷണം എന്നാണ് പറയണത്. ചില ആൾക്കാർ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ ദോഷം കാണുമ്പോഴേക്കും അയ്യോ ദേ അങ്ങനെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, മറ്റത് കണ്ടില്ലേ എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. എന്ന് വെച്ച് തിരുത്താനുള്ള ദോഷങ്ങളാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. എൻ്റെ സാരി നല്ലതാണ്, കുറേ സാരി ഉണ്ട് മക്കളെ, എൻ്റെ സാരിയൊക്കെ പഴയ സാരികളാണ് കേട്ടോ. കാരണം ഞാൻ സാധാരണ ബോയിൽ സാരി ഉപയോഗിക്കാറില്ല, എനിക്കിഷ്ടം ഇങ്ങനത്തെ സാരിയൊക്കെയാണ്. അത് സ്കൂളിൽ പോകുമ്പോൾ അപ്പോൾ പണ്ടത്തെ സാരികളും അതൊക്കെയാണ്. അത് ഞാൻ കളയാറില്ല, എനിക്ക് ഒന്നും കളയാൻ ഇഷ്ടമില്ല. എൻ്റെ സാധനങ്ങളൊക്കെ എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്, ഞാനൊന്നും അങ്ങനെ കളയാറില്ല. അത്രയും ഉപയോഗിക്കാൻ പറ്റാണ്ടാവുമ്പോഴേ കളയുള്ളൂ. അപ്പോൾ പ്രസന്നയ്ക്ക് പ്രത്യേകം നന്ദി. ഇനി അടുത്തത് ശോഭന മോഹൻ, സൂപ്പർ തോരൻ ടീച്ചർ. താങ്ക് യു ശോഭന, നല്ല തോരനാട്ടോ, വെച്ചോളൂ, നല്ലത്. ഞാൻ ശോഭന ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ലതാ. ജോസി ഫിലിപ്പ്, ഡ്രം സ്റ്റിക്ക് തോരൻ സൂപ്പർ. ശരിയാ, താങ്ക് യു ജോസി. ലക്ഷ്മിക്കുട്ടി നായർ, നല്ല ഒരു തമ്പും പ്രശ്നം കൊടുത്ത നല്ല സൂപ്പറായതിനെ പറഞ്ഞത് ലക്ഷ്മിക്കുട്ടിക്ക് പ്രത്യേകം നന്ദി. വിനീത് കൃഷ്ണകിഷോർ, വിനീതിന് എനിക്കൊരു തമ്പും പ്രശ്നം തന്നിക്കണത് കേട്ടോ, 1 അല്ല 3, അപ്പോൾ 3 നന്ദി. വനജ പ്രവീൺ, ഡ്രം സ്റ്റിക്ക് തോരൻ സൂപ്പർ ചേച്ചി. സൂപ്പർ തന്നെയാണ് വനജ.
ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. താങ്ക് യു വനജ. ജയശ്രീ മാധവൻ, മുരിങ്ങ തോരൻ നന്നായിട്ടുണ്ട്. ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല, വയ്ക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ഉറപ്പായിട്ടും വെച്ച് നോക്കിക്കോളൂ, നല്ലതാ. ഞാൻ പറഞ്ഞില്ല, മൂത്ത കുരുവാണെങ്കിൽ കളയണം കേട്ടോ, അല്ലെങ്കിൽ അതിന് കയ്പുണ്ടായിരിക്കും. മാത്രമല്ല ജീരകവും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചേർക്കണം, നല്ലതാണ്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇടുന്നത് നല്ലതാണ്, ഗ്യാസ് പ്രശ്നം ഉണ്ടാവില്ല. ജയാസ് വെറൈറ്റി വ്ളോഗ്സ്, ചേച്ചി ഇന്ന് സുന്ദരിയാണല്ലോ, തോരൻ സൂപ്പർ. ജയ താങ്ക് യു ജയസ്. അത് നിങ്ങൾക്ക് തോന്നണതാ എന്നും ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്താ ചെയ്യണേ, പ്രത്യേകിച്ച് ഞാൻ രാവിലെ കുളിച്ച് ഒരു പൊട്ട് തൊടും, ഉറപ്പായിട്ട് അതെല്ലാം ഡ്രസ്സുകള് നല്ല അതായിരിക്കൂല. കുളി കഴിഞ്ഞാൽ എനിക്ക് നിർബന്ധമാണ്, ചെറുപ്പം തൊട്ടുള്ളതാണ്. കുളി കഴിഞ്ഞാൽ രാവിലെ നേരത്തെ കുളിക്കും, കുളി കഴിഞ്ഞാൽ എനിക്ക് ഈ മേക്കപ്പ് നിർബന്ധം തന്നെയാണ്. അതായത് മുഖം പൗഡർ ഇടണം, കണ്ണെഴുതണം, പൊട്ട് തൊടണം, ചന്ദനം തൊടണം, നിർബന്ധമാണ്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ, അതിന് കൊള്ളൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണതാവും. പിന്നെ നിങ്ങൾ ഭംഗി ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾ ചിരിച്ചു നോക്കൂ, നിങ്ങളുടെ മുഖത്ത് എന്ത് ഭംഗി ഉണ്ടായിരിക്കും. പുഞ്ചിരിയാണ് നമ്മുടെ സൗന്ദര്യം. എല്ലാവരും ചിരിക്കുക, എത്ര ഭംഗി, നമ്മുടെ നിറം കുറഞ്ഞാലും എന്തൊക്കെ ഇതുണ്ടായാലും നിങ്ങൾ ചിരിച്ചു നോക്കൂ. ചിരിയിലാണ് ഭംഗി കേട്ടോ. ചിരിക്കുക, ചിരി ആരോഗ്യത്തിന് നല്ലതാണ്, സൗന്ദര്യത്തിന് നല്ലതാണ്, ഉറപ്പായിട്ടും സന്തോഷത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചിരിക്കുക. ഇനി അത് അത്രേ ഉള്ളൂ കേട്ടോ അതിലത്തെ കമൻറ്റ്. ഇനി അടുത്തത്തെ കമൻറ്റ് വായിക്കാം. അത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത മാഷിൻ്റെയും ടീച്ചറുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോയതാണ്, 50ാം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോയതാണ്. സിജി ജോഷി, ടീച്ചറെ വീഡിയോ സൂപ്പർ. ഈ സിജി എന്ന് പറഞ്ഞ കുട്ടി മാഷിയുടെ മോള് തന്നെയാണ് കേട്ടോ, അവരുടെ മോളാണ്, ടീച്ചർ തന്നെയാണ്. താങ്ക് യു സിജി. നിങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയൊക്കെ, അപ്പച്ചനല്ലേ പറയാ അവര്, അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇത്ര സൂപ്പറാക്കി നിങ്ങൾ ചെയ്തുല്ലോ, അതിന് നിങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോയ്ക്കുള്ള കമൻറ്റിന് പ്രത്യേകിച്ച് നന്ദി. ഷീബ പി വി, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ നമ്മളുടെ ഷീബയും മാഷിക്കും ടീച്ചർക്കും വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാമകൃഷ്ണൻ കെ വി, ആശംസകൾ. മാഷിക്കും ടീച്ചർക്കും ആശംസകളെ അർപ്പിച്ചിരിക്കുന്നു രാമകൃഷ്ണൻ സാർ കേട്ടോ. താങ്ക് യു രാമകൃഷ്ണൻ സാർ. സുശീല മേനോൻ, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. സുശീല മേനോനും മാഷിക്കും ടീച്ചർക്കും ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞിരിക്കുന്നു. സുശീലയ്ക്ക് നന്ദി. ജോസി ഫിലിപ്പ്, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ബോത്ത് ഓഫ് യു. അവർക്ക് രണ്ടുപേർക്കും ജോസി ഫിലിപ്പിൻ്റെയും ആശംസകൾ. Then Deepa Sanli, thank you auntie for capturing and sharing. ഈ വീഡിയോ പിടിച്ച് ഞാൻ ഷെയർ ചെയ്തതിന് ദീപ സാൻലി എനിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു. ദീപ സാൻലി മാഷിൻ്റെ മരുമോളാണ് കേട്ടോ. നിങ്ങൾ കാണും വീഡിയോയിൽ കണ്ടൻ്റായിരിക്കും. നല്ല ചുറുചുറുക്കുള്ള നല്ല ഫാഷൻ, പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം നല്ല ഭംഗിയുള്ള ബ്ലൗസ് തയ്ച്ച ഒരു കുട്ടിയാണ്. നല്ല രസമായിരിക്കുന്നു. അവരുടെ ജോലി ഇത് തന്നെയാണ് കേട്ടോ. അവരെ സ്വന്തമായിട്ട് ഇങ്ങനെ തയ്ക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. വെഡ്ഡിങ്ങിനൊക്കെ തയ്ച്ചു കൊടുക്കുന്ന ആളാണ്, തയ്ച്ചു കൊടുക്കുന്ന സംരംഭം തുടങ്ങിയിട്ടുള്ള ആളാണ് ദീപ. അപ്പോൾ ദീപയുടെ ഈ സംരംഭത്തിന് ഞാൻ ഒരു ആശംസ പറയുകയാണ്. പുതിയ ആൾക്കാർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ദീപയുടെ അടുത്ത് പോയാൽ നല്ല ഭംഗിയായിട്ട് തയ്ച്ചു തരും കേട്ടോ. കല്യാണങ്ങൾക്കും അതുപോലെ ഫംഗ്ഷനുകൾക്കൊക്കെ ദീപയ്ക്ക് നന്നായിട്ട് ചെയ്തു തരാൻ സാധിക്കും. നിങ്ങൾ പൊയ്ക്കോളൂ, നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഈ വീഡിയോയ്ക്ക് താങ്ക്സ് പറഞ്ഞതിന് വെൽക്കം കേട്ടോ ദീപ. പിന്നെ ദീപയോടും പറയാനുള്ള അങ്ങനെ തന്നെയാണ്, നിങ്ങളെല്ലാവരും അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയൊക്കെ ഈ വാർഷികം ഇത്ര ഭംഗിയാക്കിയതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ലക്ഷ്മിക്കുട്ടി നായർ, ഹാപ്പി ആനിവേഴ്സറി ബോത്ത് ഓഫ് യു. അപ്പോൾ ലക്ഷ്മിക്കുട്ടി നായരും മാഷിക്കും ടീച്ചർക്കും ആനിവേഴ്സറി ആശംസകൾ അർപ്പിച്ചിരിക്കുന്നു. താങ്ക് യു ലക്ഷ്മിക്കുട്ടി.
റെജി പോൾ സി. റെജി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ലവ് ചിഹ്നം കൊടുത്തിട്ടുണ്ട്, എൻ്റെ വീഡിയോയ്ക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു റെജി. റെജി ടീച്ചറാണ്, ഞങ്ങളുടെ സ്കൂൾ ടീച്ചറാണ് കേട്ടോ, എൻ്റെ സ്കൂളിലാണ്. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ആളും ഒരു ലവ് ചിഹ്നവും സന്തോഷവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകം നന്ദി പ്രസന്നയ്ക്ക്. വട്ടയിലയിൽ ചക്കയട. പ്രസന്ന ഉണ്ണികൃഷ്ണൻ അതിൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ടീച്ചറുടെ പാട്ട് കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാർമഴവില്ലേ വന്നാലും എന്നുള്ള പാട്ടില്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ അത്. പ്രസന്നയും പഠിച്ചിട്ടുണ്ടായിരിക്കും, പ്രസന്ന മാത്രമല്ല ഇത് കാണുന്ന ഒരുവിധ ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ പാട്ട്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ ഇന്നും വളരെ സന്തോഷത്തോടു കൂടി അത് ഓർക്കുകയാണ്. ഒറ്റ വരി വിടാണ്ട് ഞാൻ പാടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണം കേട്ടോ. വാർമഴവില്ലേ വന്നാലും ഈ പാട്ട് എല്ലാവരെയും കുട്ടിക്കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അട സൂപ്പറാണ്, എനിക്കിഷ്ടമാണ്, പക്ഷേ എൻ്റെ മോന് ഇഷ്ടമല്ല, അതാണ് ഉണ്ടാക്കാൻ മടി. അപ്പോൾ മോന് ഇഷ്ടമില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. അത് കുറച്ചുണ്ടാക്കിയാൽ മതി. മോന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അത് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാം. എനിക്കിഷ്ടം പുളിങ്കറിയാണ്, രാജേട്ടൻ്റെ പുളിങ്കറി ഇഷ്ടമില്ല അല്ലേ ജാസ്തി? ഞങ്ങൾക്ക് ഇഷ്ടം പുളിങ്കറിയാണ്. ഞാൻ ജസ്റ്റിന് പുളിങ്കറിയുടെ ആശാത്തി വരാം, പക്ഷെ രാജേട്ടൻ്റെ പുളിങ്കറി ഇഷ്ടേയില്ല. പുളിങ്കറി ഇഷ്ടപ്പെടുന്ന എത്രമാത്രം കേരളീയരാണെന്നറിയുമോ? അത് ഞങ്ങൾ സ്ഥിരം വെച്ച് ഞങ്ങൾ അമൃത് പോലെ വാരി കഴിക്കും. അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് വെച്ച് കൊടുക്കുക. അപ്പം മോന് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ട് അത് ഉണ്ടാക്കാതിരിക്കരുതേ. പ്രസന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ. റെജി പോൾ സി, സൂപ്പർ അട ടീച്ചറേ, ലവ് യു. ഞാനും നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാ റെജിയെ, ഞാൻ മറന്നിട്ടില്ല. നിങ്ങളെല്ലാവരും എനിക്ക് ഇഷ്ടം തന്നെയാണ്. റെജി പ്രത്യേകം നന്ദി കേട്ടോ. പത്മകുമാരി, ഐ ലൈക്ക് യുവർ റെസിപ്പീസ് വെരി മച്ച്. വൺസ് അഗെയിൻ താങ്ക് യു ടീച്ചർ ഫോർ മെൻഷനിങ് മീ. പത്മകുമാരി പറയണത് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. മുൻപ് ഞാൻ പത്മകുമാരിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വീണ്ടും പറഞ്ഞതിന് പ്രത്യേകം നന്ദിയെന്ന്. ഓക്കെ, 100 പ്രാവശ്യം ഞാൻ വെൽക്കം ചെയ്തിരിക്കുന്നു കേട്ടോ പത്മകുമാരി. സുധാസി, നല്ല അട. ശരിയാ സുധേ, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താങ്ക് യു. ശോഭന മോഹൻ, ടീച്ചർ ചക്ക അടയും പാട്ടും അടിപൊളി. ശരിയാ ശോഭനെ. ശോഭനയ്ക്ക് ഓർമ്മയുണ്ടോ ഈ പാട്ട് പഠിച്ചത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളെ അപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. മഹേഷ് മിലൻ, എന്നുവെച്ചാൽ ശ്രീദേവിയാണ് കേട്ടോ അത്. വളരെ സ്വാദിഷ്ടമായ വിഭവം, കാണുമ്പോൾ തന്നെ കഴിക്കുവാൻ കൊതിയാകുന്നു. താങ്ക് യു, സൂപ്പർ. താങ്ക് യു ടീച്ചർ. താങ്ക് യു ശ്രീദേവി. അറിയാം ശ്രീദേവിയുടെ പേര് ഇങ്ങനെയാണ്, ഇത് മോളുടെ ഫോണാണ്, അതുകൊണ്ടാണ് വേറെ പേര് കാണുന്നത്. അപ്പോൾ ശ്രീദേവിക്ക് നന്ദി. രതി പി എസ്, ചക്ക അട സൂപ്പർ, ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് വാഴയിലയിൽ. വാഴയിലയിൽ ഉണ്ടാക്കാം, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കാറ് തേക്കിൻ്റെ ഇലയിലാണ് കേട്ടോ. അല്ല ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം തേക്കിൻ്റെ ഇലയിലില്ല. തേക്കിൻ്റെ ഇലയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ഫ്ലേവർ വേറെ, ഉഴുന്നുവണ്ടിയുടെ ഇല ഉണ്ടാക്കുമ്പോൾ മറ്റൊരു ഫ്ലേവർ. ഇനി വേറൊരു ഇലയില്ലേ ചെറുത്, ഇങ്ങനെ എന്താ പറയുക, എടന ഇല എന്ന് പറഞ്ഞിട്ട് അതിലുണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ഫ്ലേവറാണ്. വാഴയിലയിലും ഉണ്ടാക്കാം, ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ രതിക്ക് നന്ദി. ഷീല സജീവ്, ടീച്ചറെ വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ കാണാറുണ്ട്, ലൈക്കും ചെയ്യാറുണ്ട്, കമൻ്റ് ഇടുന്നത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആണെന്ന് മാത്രം. സാരില്ല ഷീല, ചിലപ്പോൾ സമയമില്ലാണ്ടൊക്കെ ആവുമല്ലോ, പിന്നെ നമുക്ക് എഴുതാൻ മടി ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, കാണുന്നുണ്ടല്ലോ അത് മതി കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് പറഞ്ഞതിൽ പ്രത്യേക സന്തോഷം കേട്ടോ. ഓക്കെ ഷീല. ലക്ഷ്മിക്കുട്ടി നായർ, ചക്ക അടയും പാട്ടും സൂപ്പർ, കൊതിപ്പിച്ച് കളഞ്ഞല്ലോ നന്ദിനി. കൊതിപ്പിച്ചോ? ഇങ്ങോട്ട് വരും, ഞാൻ ഉണ്ടാക്കി തരാം, വരൂ കേട്ടോ. കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെയാണ് കേട്ടോ അത്. ഈ പ്രാവശ്യം ചക്ക പഴുക്കാൻ തുടങ്ങണേ ഉള്ളൂ, ഞങ്ങൾ ഉണ്ടാക്കും, വന്നാൽ തരാം. താങ്ക് യു ലക്ഷ്മിക്കുട്ടി. നന്ദിനി ഫ്രം ഹൈദരാബാദ്, അട ഈസ് കുക്ക്ഡ് ഇൻ ബനാന ലീഫ്, ബെല്ലം ഗുഡ്.
പിന്നെ കോക്കനട്ട് റൈസ്, കോക്കനട്ട്സ് റൈസ് ഫ്ലോർ. അത് ശരി തന്നെയാട്ടോ നന്ദിനി, അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കുക. ഞാൻ അന്ന് കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. സാധാരണ ചക്കട ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി തന്നെ ഉപയോഗിക്കാം. അന്ന് ഞാൻ ഗോതമ്പ് പൊടി ഉപയോഗിച്ചു എന്ന് മാത്രം, ഒരു വെറൈറ്റി. പിന്നെ വാഴയിലയിൽ വെക്കലേക്കാളും സുഖം ഇതാട്ടോ. എല്ലാവർക്കും വാഴയില കിട്ടിയെന്ന് വരില്ല, പക്ഷെ ഈ ഇലയും എല്ലാവർക്കും കിട്ടില്ല അല്ലേ. കുറേ മറമ്പുള്ള കാട്ടുമരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇതുണ്ടാവുള്ളൂ. ഈ തേക്കിൻ്റെ ഇലയും ഉഴുന്നുവണ്ടിയുടെ ഇലയൊക്കെ കിട്ടണമെങ്കിൽ എളുപ്പമല്ല. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അപ്പുറത്ത് ഇങ്ങനെ എനിക്ക് എത്താവുന്ന രീതിയിൽ ഇങ്ങനെ മുളച്ച് നിൽക്കുക അതിങ്ങനെ. അതുകൊണ്ട് ഞാൻ പറിച്ചത്. എനിക്ക് പെട്ടെന്ന് അട ഉണ്ടാക്കാൻ പറ്റി. അപ്പം നന്ദിനി, താങ്ക് യു. പിന്നെ ഷീല സജീവ്, ടീച്ചറേ ചക്ക അട സൂപ്പർ. താങ്ക് യു ഷീല. വീണ്ടും നന്ദിനി ഫ്രം ഹൈദരാബാദ്, ടീച്ചറേ ഹിയർ ഓൾസോ റെയിൻ കെയും, പവർ ഗോൺ. ഐ വൺസ് കുക്ക് ഹിയർ വി വോണ്ട് ഗെറ്റ് ജാക്ക് ഫ്രൂട്ട്സ്. ഐ ആം നോട്ട് ഗോയിങ് ഔട്ട് ഇൻ ഹോട്ട് സൺ. ഐ ഹാവ് നീ പെയിൻ. ഓക്കെ, അതായത് അവിടെ മഴ വന്നു, സന്തോഷമായില്ലേ? എന്തായിരുന്നു നന്ദിനി പറഞ്ഞിരുന്നത്? ചൂടാണ്, എന്താ ചെയ്യുക, പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല. മഴ വന്നില്ലേ, സമാധാനമായില്ലോ. പിന്നെ കാലുമുട്ട് വേദന ഉണ്ടെന്നല്ലേ, എന്തെങ്കിലും മരുന്നൊക്കെ പുരട്ടി നോക്കൂ, എക്സർസൈസ് ചെയ്യൂ, അങ്ങനെ മാറും. പിന്നെ ചക്ക അവിടെ കിട്ടാനില്ല, ഹൈദരാബാദ് ചക്ക കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലേ. നാട്ടിലേക്ക് വരൂ കേട്ടോ, തരാം. അപ്പോൾ കമൻറ്റ് ചെയ്ത നന്ദിനിക്കും താങ്ക്സ്. ജോസി ഫിലിപ്പ്, ടീച്ചറുടെ ഓരോ റെസിപ്പിയും പഴയ കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. ശരിയാണ് കേട്ടോ. ഞാനങ്ങനെ നമ്മുടെ അമ്മൂമ്മമാർ അല്ലേ, അമ്മൂമ്മമാരൊക്കെ വെച്ച സാധനങ്ങളാണ് നമ്മൾ പിന്തുടരുന്നത്. അങ്ങനെയല്ലേ വേണ്ടത്, അല്ലെങ്കിൽ നമ്മളതൊക്കെ മറന്നു പോവില്ലേ. ഇപ്പം തന്നെ നമ്മളുടെ പേരക്കുട്ടികളെ ഒന്ന് നോക്കൂ, അവർക്ക് ആർക്കും ഇഷ്ടമില്ല പഴയതൊന്നും. സുന്ദരിയോട് പറയാണ്, സുന്ദരി നാമം ചെല്ലെന്ന് പറഞ്ഞാൽ പറയാം, അവൾക്ക് ഇഷ്ടമില്ല. അഞ്ജന ശ്രീധര ചൊല്ലാൻ പറഞ്ഞാൽ അവൾക്ക് ഇപ്പം ഇഷ്ടമല്ല. പിന്നെ നിർബന്ധിച്ചാൽ മാത്രമേ ചൊല്ലുള്ളൂ. അപ്പം എന്താ ഉണ്ടാവുക, അവർക്ക് പഴയകാല നാമങ്ങളോ പഴയകാല റെസിപ്പി, അവർക്കൊന്നും നമ്മുടെ സാധാരണ ഭക്ഷണമൊന്നും ഇഷ്ടമില്ല. അവർക്ക് പുതിയ പുതിയ നല്ല നൂഡിൽസ് അല്ലെങ്കിൽ അതുപോലെ പുതിയത് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഇഷ്ടമുള്ളൂ. അതല്ല, നമ്മുടെ പുതിയ തലമുറയ്ക്ക് പഴയകാല സാധനങ്ങൾ അറിയണമെങ്കിൽ ഇത് അമ്മമാരുണ്ടാക്കി കൊടുക്കണം, അമ്മൂമ്മമാരുണ്ടാക്കി കൊടുക്കണം. അപ്പം അവർ വലുതാകുമ്പോൾ അവർ പറയും, എൻ്റെ അമ്മൂമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കും ഉറപ്പായിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ കഴിക്കുന്നത്, എനിക്കിഷ്ടം ഇങ്ങനത്തെ ഒക്കെ തന്നെയാണ്. എൻ്റെ കൊച്ചുമോള് പറഞ്ഞ പോലെ ഇന്നലെ അവിടെ ചക്കിയിട്ടേ, ചക്കിയിട്ട് 4 മണിക്ക് നന്നാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ചക്ക വറുത്ത് കൊടുക്കുന്നു. അമ്മയ്ക്ക് എന്താ, എനിക്ക് ഇവിടെ നേരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വഴിക്കല്ലേ അമ്മൂമ്മ അമ്മട്ടാ, അമ്മൂമ്മ. പക്ഷെ എന്താ അമ്മൂമ്മ എനിക്ക് അന്ന് അവിടെ നിന്ന് കൊണ്ടുപോയില്ലേ ചക്ക, അതിൽ നിന്ന് ഞാൻ വിശന്നിട്ട് വേണ്ട അമ്മൂമ്മയെന്ന് പറഞ്ഞു. പിന്നെ അന്ന് ഞാൻ അത് വറുത്തെടുക്കാൻ ചെപ്പ് നിറച്ച് വറുത്തു. അപ്പോൾ തന്നെ വറുത്തിട്ട് അപ്പോൾ തന്നെ എടുത്തുകൊണ്ടുപോയി. പിന്നെ ബാക്കിൻ്റെ എടുത്ത് വെച്ചിട്ട് അവള് ഞാൻ പണിയും ചെല്ലുമ്പോൾ എന്നോട് പറയും, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് കൊടുത്തു. അമ്മൂമ്മയല്ല അമ്മന്നല്ലേ. ലക്ഷ്മിയുടെ പേരക്കുട്ടിക്ക് അന്ന് ചക്ക വറുത്ത് കൊടുത്തേ, ഇപ്പം അമ്മ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞ. അമ്മൂമ്മയല്ല അമ്മന്ന് എന്നുവെച്ചാൽ അമ്മൂമ്മമാര് പേരക്കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ അമ്മമാര് കൊടുക്കണില്ല എന്നാ പറയണത്. അതങ്ങനെ തന്നെയാ, അമ്മൂമ്മമാരും അമ്മമാരും ഒരുപോലെയാവില്ല. നമ്മുടെ മക്കളെ അടിക്കില്ലേ, എത്ര അടിക്കുക അല്ലേ. പക്ഷെ നമ്മൾ പേരക്കുട്ടികളെ അടിക്കുമോ? ഇല്ല. അവരമ്മമാര് അവരടിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അമ്മൂമ്മയും അമ്മയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പഴയ കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു മാത്രമല്ല, അത് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ ഇനിയും തുടരണം അങ്ങനെ കേട്ടോ. ജോസിക്കറിയാം. ജ്യോതി എ സന്തോഷം കാണിച്ചിട്ടുണ്ട്, പ്രത്യേകം നന്ദി ജ്യോതിക്ക്. സന്നൂസ് ചാനൽ, ഈ ഇല കാണുമ്പോൾ എനിക്ക് ഓർമ്മകൾ വന്നു. സ്കൂളിൽ ഉപ്പുമാവ് ആക്കാൻ ഈ ഇല കൊണ്ടുപോകാറുണ്ട്. എല്ലാ സ്കൂളിൽ ഇങ്ങനെ ഉപ്പുമാവ് കൊടുക്കൽ ഉണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഓർമ്മകൾ വന്നു. പിന്നെ ഇങ്ങനെ ചക്ക അട
ഞാൻ ഉണ്ടാക്കാറുണ്ട്. സന്നു ഈ വട്ടയില എന്ന് പറഞ്ഞില്ലേ, വട്ടയില അല്ലെങ്കിൽ മറ്റേ ഉഴുന്നണ്ടിയുടെ ഇല, അത് കുട്ടികളെ കൊണ്ടുപോകും. വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുപോകാത്ത കുട്ടികൾ എന്താ ചെയ്യാന്നറിയോ, ഉപ്പുമാവ് വാങ്ങാനായിട്ട് വഴിക്ക് വെച്ച് ഇങ്ങനത്തെ ഇല പൊട്ടിച്ച് കൊണ്ടുപോകും. എന്തായാലും ഉപ്പുമാവ്, സ്കൂളിലത്തെ ഉപ്പുമാവിൻ്റെ സ്വാദ് വേറെ അല്ലേ. അപ്പോൾ അതെല്ലാവരും വാങ്ങും. പിന്നെ മറ്റുള്ളവർ കഴിക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ കഴിക്കാൻ. അപ്പോൾ വഴിയിൽ നിന്നെങ്കിലും റോഡിലുള്ള വേലിയുമെന്നെങ്കിലും ഒരു ഇല പൊട്ടിച്ച് കൊണ്ടുപോകും അല്ലേ സന്നു? സന്നുവിൻ്റെ കമൻറ്റിന് സന്നുവിന് പ്രത്യേകം നന്ദി. നീ പറഞ്ഞ പ്രവീൺ, അട വെന്തിട്ട് കണ്ടില്ലല്ലോ. അട വെന്തിട്ട് കണ്ടില്ലല്ലോ. സുന്ദരി ആരുടെ മോളാണ്? ശ്രീഹരി ആരുടെ മോനാണ്? അവളെ അട ഉണ്ടാക്കി കഴിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് ഞങ്ങള് മഴവില്ല് കാണാൻ പോയി. മഴവില്ല് കണ്ടുവന്ന് അവർ സന്ധ്യയായി. പിന്നെ വിളക്ക് കൊളുത്തി പിന്നെ നാമം ചൊല്ലല് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി. അതിനിടയ്ക്ക് അട തുറന്നു, എല്ലാവരും എടുത്ത് കഴിച്ചു. പിന്നെ വീഡിയോ പിടിക്കാൻ മറന്നു, 2 അട ബാക്കി വെച്ചുകൂട്ടാ. ആ പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു ആ അടയെങ്കിലും നമുക്ക് വീഡിയോ പിടിക്കണമെന്ന്. രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരട ഞാനും പിന്നെ വേറെ ഒരു പങ്കുവെച്ചെടുത്തു, ഒരട ജയശ്രീക്കും കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ ഓർത്ത അയ്യോ അട നമ്മൾ വീഡിയോയിൽ പെട്ടില്ലല്ലോ എന്ന്. അതുണ്ടായേട്ടോ. ഇനി അട ഉണ്ടാക്കുമ്പോൾ പിടിക്കാം കേട്ടോ. ഞങ്ങളെല്ലാവരും തിന്നു, നിങ്ങൾ കണ്ടില്ല അല്ലേ. പിന്നെ ലാസ്റ്റ് പറഞ്ഞ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീഹരി മൂത്ത മകൻ ഗോപൻ്റെ മോനാണ്. ശ്രീനന്ദ രണ്ടാമത്തെ മകൻ ജ്യോതിഷിൻ്റെ മോളാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ. ഇതോടുകൂടി നമുക്ക് നിർത്താം. കുറേ പറഞ്ഞല്ലേ ഞാൻ, എത്രയാ പറഞ്ഞാ? നിങ്ങൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഞാനാ പറഞ്ഞേക്കണേട്ടോ ഇപ്പോൾ അല്ലേ. ജയശ്രീയോട് ഭയങ്കര പണിയിലാണ്. ഞാൻ പണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയ്ക്കൂടെ നിങ്ങളോട് മറുപടി പറയാൻ വന്നത്. എന്താ പണിയെന്നറിയോ? ഞങ്ങൾ കുറേ ജാതിക കിട്ടിയിട്ടുണ്ടേ. ഇതാ നോക്കൂ, കണ്ട ഇതിനെ ശരിയാക്കുക. അത്രയും കായ. അപ്പോൾ ഞാൻ നിർത്താൻ പോവാണ് വീഡിയോ കേട്ടോ. എല്ലാവർക്കും പ്രത്യേകം നന്ദി. നിങ്ങൾ വീണ്ടും കമൻറ്റുകളൊക്കെ ഇടൂ കേട്ടോ. എന്തെങ്കിലും നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ പറയൂ. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പുഞ്ചിരിക്കുക, സൗന്ദര്യം ഉണ്ടാവും, നന്നായിട്ട് വ്യായാമം ചെയ്യുക, ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. സന്തോഷമായിട്ടിരിക്കും എല്ലാവരും.